ഒരു രസമുള്ള ഹ്യൂമറുള്ള മോഹൻലാൽ സിനിമ എങ്ങനെ ഉണ്ടാക്കാം എന്ന് മാത്രമാണ് അന്ന് ട്രൈ ചെയ്തത്. അൽതാഫ് സലീം അയച്ചൊരു ഫോട്ടോ എന്നാണ് അതിന്റെ തുടക്കം. ശരിക്കും പറഞ്ഞ അഖിലേൻ്റെ അടുത്ത് വെച്ചു ഇതിലൊരു കഥയുണ്ട് അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഡിസ്കസ് ചെയ്തു, അനൂപായിട്ടും ഡിസ്കസ് ചെയ്തു, പിന്നെ TP സോനു എന്ന് പറയുന്ന പുതിയൊരു റൈറ്റർ ഉണ്ട്, അവനായിട്ട് ഡിസ്കസ് ചെയ്ത്. ഞാൻ സാധാരണ ചെയ്യാറുള്ള പലപ്പോഴും നാട്ടിൻപുറങ്ങളും ഒക്കെയാണല്ലോ, ഇപ്പോൾ ഗോപാലകൃഷ്ണൻ പണിക്കരും ഒക്കെ അങ്ങനെയുള്ള ഇടത്തരക്കാരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിട്ട് ഇതിന് കുറച്ചും കൂടി ഒരു മേക്കിംഗ് ആവശ്യമുള്ള സിനിമയാണ്. ഞാനപ്പോൾ ടോട്ടൽ ഇതിന്റെ ക്രൂവിനൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തു. സ്റ്റോറി അഖിലിൻ്റെയാണ്. അനൂപാണ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അനൂപിന്റെ സ്വന്തം പടം ചെയ്യുമ്പോൾ ഒരു എഴുതാൻ പോകുമ്പോൾ ഞാൻ അനൂപിന്റെ അടുത്ത് പറഞ്ഞു, നീ എൻ്റെ കൂടെ വാ, ഈ പടം കഴിഞ്ഞിട്ട് നീ സ്വന്തം പടം ചെയ്താൽ മതി. ഹൃദയപൂർവ്വം എനിക്ക് വളരെ പേഴ്സണൽ സിനിമയാണ്. ലാൽ സാറിന്റെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. ഇതില് എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് ക്രൂ മെമ്പേഴ്സ് ഉണ്ട് ഇതില്. അനു മൂത്തടുത്താണ് ക്യാമറ. പുള്ളി വളരെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ്. പിന്നെ ജസ്റ്റിൻ പ്രഭാകറാണ് മ്യൂസിക്. പാച്ചും അത്ഭുതവർക്കും എന്നുള്ള സിനിമ കണ്ടപ്പോൾ പിന്നെ എനിക്ക് ജസ്റ്റിന്റെ ഒരു പ്രതിഭ എനിക്ക് മനസ്സിലായത്. അച്ഛൻ പറയാറുണ്ട്, പണ്ടത്തെ ജോൺസൺ മാസ്റ്ററും രാജസാറൊക്കെ ആ കാലത്തിന്റെ കഴിവുള്ള ഒരു പുതിയ തലമുറയിലത്തെ ഒരു മ്യൂസിക് ഡയറക്ടറാണ് ജസ്റ്റിൻ. എല്ലാ പാട്ടുകളും വളരെ ഭംഗിയായിട്ട് കമ്പോസ് ചെയ്യുകയും മനു മഞ്ജിത്ത് എന്ന് പറയുന്നൊക്കെ റൈറ്റർ നമ്മൾ പാട്ട് എഴുതാൻ വിളിച്ചു. ഈ പുതിയ ടെക്നോളജി വന്നതിന് ശേഷം ലാൽ സാറ് ആദ്യമായിട്ടാണ് സിംഗ് സൗണ്ട് ചെയ്യുന്നത്. അനിൽ രാധാകൃഷ്ണനാണ് സിംഗ് സൗണ്ട് ചെയ്തിരിക്കുന്നത്. അനിൽ ഈ പറഞ്ഞ പോലെ ടോപ്പാണ്, ആക്ച്വലി ഇന്ത്യയിൽ തന്നെ ടോപ്പ് ടെക്നീഷ്യനാണ്. സിംഗ് സൗണ്ട് എന്നുള്ള ഒരു കാര്യം സിനിമ എത്രത്തോളം ഭയങ്കര ലിഫ്റ്റ് ചെയ്യുന്നുള്ളത് ഭയങ്കര എക്സാമ്പിളാണ് ഈ സിനിമയ്ക്ക്. പിന്നെ സിനിമ റിലീസായി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു സ്ഥിരം ഫ്രെയിം ഉണ്ട് ഹൃദയപൂർവ്വത്തിൽ, മറ്റേ നീര വന്ന് നിന്നിട്ട് ലാൽ സാറ് നിൽക്കുന്ന ഫ്രെയിം. അതൊക്കെ സെറ്റാണ്. ക്രെഡിറ്റ് ഗോസ് ടു പ്രശാന്ത് മാധവാണ്. എവിടെ വെച്ചാലും നല്ല ഫ്രെയിം കിട്ടും ആ സെറ്റിൽ. അനുവിന് നല്ല കളർ സെൻസ് ആണ് കോസ്റ്റ്യൂംസിലും. സമര ചേച്ചിയും അനുവും കൂടി, പിന്നെ ലാൽ സാറിന്റെ സ്റ്റൈലിസ്റ്റ് ശാന്തി, ഇവരെല്ലാവരും കൂടി ഒരു കളർ ടോൺ സെറ്റ് ചെയ്തിരുന്നു. ഇപ്പൊ ബോംബെയിലെ റെഡ് ചില്ലീസിലെ നമ്മൾ മാക് എന്നുള്ള കളർ ചെയ്ത്, അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം തൊട്ട് മുമ്പ് ചെയ്ത സിനിമ കണ്ടിട്ട് ഇത് കണ്ടപ്പോൾ ഭയങ്കര കൂളായ എഫക്റ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ വന്ന് ജോയിൻ ചെയ്ത ശേഷം അപ്പം തുടങ്ങിയതാണ് ഈ കംഫർട്ടബിൾ ഫീലിംഗ്. ഇതൊരു ഫാമിലി പോലെയാണ്. ഇങ്ങനത്തെ ഒരു മൊമെന്റ് ഒക്കെ ഇനി ലൈഫിൽ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. One of the coolest direction teams I've worked with. സോങ്ങുകളുടെ കോറേജ് ചെയ്ത് ബൃന്ദ മാസ്റ്ററാണ്. നമുക്ക് അതിന്റെ സന്തോഷമാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. നമുക്ക് അതൊക്കെ എല്ലാം പ്രഷ്യസ് മൊമെന്റ്സ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും ഷൂട്ടിംഗ് നടക്കുന്നത് നമ്മൾ അറിയാറില്ല. നമ്മൾ ടോട്ടൽ യൂണിറ്റ് ഒരു കുടുംബമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇടവേളകളിൽ ചിലപ്പോൾ നമ്മൾ ക്യാമറാമാനൊക്കെ നന്നായി പാടുന്നൊരുത്തരാണ്. ഇടയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പാട്ടൊക്കെ പാടി തുടങ്ങിയാല് അച്ഛനെ ഇടയ്ക്കൊന്ന് നിർത്താൻ പറയാറുണ്ട്. അപ്പോൾ ലാലെൻ്റെ അടുത്ത് പറയും, ഷൂട്ടിംഗ് സമയത്തൊക്കെ പറയും, നമ്മൾ രണ്ടുപേരും മാത്രമേ പഴയതുള്ളൂ, ബാക്കിയൊക്കെ പുതിയ ആൾക്കാരാണല്ലേ സത്യത എന്ന് പറയും.